ഹായ് ഓൾ. ഇന്നൊരു ദീപാവലി ആയിട്ട് ദീപാവലി ഈവനിങ്ങിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ. കമൺ, ലെറ്റ്സ് ഗോ. എന്തൊരാഘോഷം വന്നാലും ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പം അതിനായി ഞാനും ആദ്യം തന്നെ എന്ത് ചെയ്തു, മുറ്റടിച്ച് വൃത്തിയാക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇറം വരെയൊക്കെ അങ്ങോട്ട് തുടയ്ക്കുക, അടിക്കുക ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യുക, ഫിനോയിലൊക്കെ ഇട്ട് ലിക്വിഡൊക്കെ ഇട്ട് ലൈസോളോ എന്ത് വേണമെങ്കിലും അങ്ങ് കിട്ടുക, നന്നായി അങ്ങ് തുടയ്ക്കുക. മെയിനായിട്ട് നമ്മൾ വീട് മൊത്തം അടിച്ച് തുടയ്ക്കണം. ഇറയത്താണല്ലോ നമ്മൾ വിളക്കിക്കുന്നത്. അപ്പോൾ അവിടം നല്ല നീറ്റായിട്ട് സുന്ദരക്കുട്ടപ്പനാക്കി ഇടുക, അതൊക്കെ എടുത്ത് വെക്കുക. പിന്നെ വിളക്ക് മസ്റ്റായിട്ടും കഴുകിയിരിക്കണം. ഞാൻ എല്ലാ ദിവസവും വിളക്ക് കഴുകിയിട്ടാണ് വെക്കാറ്. പിന്നെ ഇന്നൊരിത്തിരി സ്പെഷ്യലായിട്ടും കൂടെ അങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ലിക്വിഡൊക്കെ ഇട്ട് സോപ്പും പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് ഒരച്ചങ്ങ് കഴുകണം. ഉള്ള ആവതൊക്കെ എടുത്തിട്ട് വേണം അതൊന്ന് വെളുക്കാൻ. എന്നും തേക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എന്നും തേക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എന്താ ചെയ്യുക, തുടയ്ക്കുക. ഒരു ഭാഗത്ത് വെള്ളം പോകാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ നമ്മുടെ പരിപാടികൾ അങ്ങോട്ട് തുടങ്ങുക, കുളിക്കുക, ഒരുങ്ങുക. നമ്മൾ റെഡി ആവണ്ടേ, നമ്മൾ കുളിച്ചൊരുങ്ങി സുന്ദരിയാവണ്ടേ. വിളക്കും പരിസരവും മാത്രം സുന്ദരിയായി പോരല്ലോ. അപ്പം നമ്മൾ നമ്മുടേതായ ഒരുക്കങ്ങളൊക്കെ അങ്ങോട്ട് വേഗം ചെയ്ത് തീർക്കുക. ഞാൻ അധികം ഒരുങ്ങാറൊന്നുമില്ല. മുടി കെട്ടും, ജസ്റ്റ് ഒന്ന് കണ്ണെഴുതും, അത്ര തന്നെ, പൊട്ട് വയ്ക്കും, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതേ സമയം 6 മണിയായി. നല്ല മഴയും വന്നു തുടങ്ങി, കറണ്ടും പോയി ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സമയത്ത് വിളക്കങ്ങ് വെച്ചു. വിളക്ക് വയ്ക്കുക, നാമം ചൊല്ലുക, പരിപാടി കഴിയുക. ഇങ്ങനെ ചെയ്യുന്നു എല്ലാ ദിവസവും. ദീപാവലി ആയിട്ട് നമ്മൾ ചിരാതൊക്കെ എടുക്കുന്നു. കഴിഞ്ഞ വർഷം എടുത്ത് വെച്ചിരുന്നത്, ഇത്തവണ അതൊക്കെ എടുത്ത് രണ്ടാമത് എടുക്കുന്നു. പിന്നെന്താ, വിളക്ക് എണ്ണയൊക്കെ ഒഴിക്കുക, തിരിയിടുക. നല്ല മഴ പെയ്യുന്ന കാരണം അവിടെ കൊണ്ടുവച്ച് കത്തിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്നേ ഓരോന്ന് എടുത്ത് കത്തിച്ച് അങ്ങനെ വയ്ക്കുകയായിരുന്നു ചെയ്തത്. ഇവിടെയാണെങ്കിൽ ഒരുപാട് ചിരാതുണ്ട്. ഞാൻ ഒരുപാട് ചിരാത് മേടിച്ചിട്ട് വീടിൻ്റെ മുകളിലും സ്റ്റെപ്പുമ്മലും എല്ലായിടത്തും ഇങ്ങനെ ചുറ്റിനും വെക്കാറുണ്ട്. നിറവ് ദീപം കത്തിച്ച് വെക്കാറുണ്ട്. പക്ഷെ ഇത്തവണ മഴ എന്നെ ചതിച്ചു. അതുകൊണ്ട് എന്നെ കുറച്ചേ കത്തിക്കാനും പറ്റിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നാമം ചൊല്ലി ഒരു കുറി വരയ്ക്കുക, അത് നമ്മുടെ മെയിനാണ്. അതിൻ്റെ ഇടയിൽ ഇടിവാള് മിന്നണുണ്ടോ. അത് കഴിഞ്ഞ് നാമം ചൊല്ലുക, പിന്നെന്താ, ഫോട്ടോസ് എടുക്കുക. ഇതായിരുന്നു ദീപാവലി ആഘോഷം. വീടും ഒരുങ്ങി, നമ്മളും ഒരുങ്ങി. ഹാപ്പി ദീപാവലി ടു ഓൾ.